യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാര് പാടിയ വലിയ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ പ്രകാരമാണ് വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവം നമ്മളെ പല വഴികളിലൂടെ അനുഭവങ്ങളിലൂടെ നടത്തിയെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്: ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിയാൽ മാത്രമേ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ. സന്തോഷവും സങ്കടവും സമ്പത്തും പഠനവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചില സാഹചര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു, ചില സമ്പത്ത് കിട്ടിയാൽ നമുക്ക് സമാധാനമായി, രോഗങ്ങളില്ലാതിരുന്നാൽ സമാധാനമായി. പക്ഷെ തമ്പുരാൻ നമ്മൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, നിന്റെ കൃപ കൊണ്ട് നീ എന്നെ നിറയ്ക്കണേന്ന്. യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാര് പാടിയതും പ്രാർത്ഥിച്ചതും ഇത് തന്നെയാണ്. ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ഈശോയെ കാണാൻ പറ്റൂ. ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ഈശോയുടെ ജനനത്തിന്റെ സമാധാനം സ്വന്തമാക്കാൻ പറ്റൂ. ഞാനത് പറയുമ്പം ഞാൻ അവിടെ കയറിയിട്ട് വരണേ, ഒരു 6 വർഷക്കാലം ഞാൻ ഇതിന് തൊട്ടടുത്തുള്ളൊരു മാനസികാരോഗ്യ ആശുപത്രിയിലായിരുന്നു. ചികിത്സയിലല്ല, അവിടെ സഹായിക്കാൻ. അവിടെ 6 വർഷമായിരുന്ന സമയത്ത് ഞാൻ പഠിച്ചത് സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ് പഠിച്ചത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഇന്ത്യക്ക് പുറത്താണ്. അവിടെ പഠിക്കുന്ന സമയത്ത് ഇടവകയിൽ കുർബാന ചെല്ലുന്ന സമയത്ത് കുർബാന ചൊല്ലിക്കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പം എന്നോട് കുർബാനയിൽ പങ്കെടുത്ത ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ചോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടന് പറയാം. ആൾ പറഞ്ഞു, നിങ്ങളെ പോലുള്ളവരാണ് ഈ വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കൾ അകറ്റിയത്. നിങ്ങളെ പോലുള്ളവരാണ് ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് മനുഷ്യ ശക്തിയിലേക്ക് മനുഷ്യനെ ആശ്രയിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടം. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ സൈക്കോളജി പഠിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ പഠിച്ചതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ അപകടകാരികളെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ എൻ്റെ പഠനം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു: ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നും ദൈവകൃപയുടെ അനുഭവം മാത്രമാണ് സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്നും എൻ്റെ പഠനവും എൻ്റെ ജീവിതാനുഭവവും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പാണ്. ഞാൻ ഈ 6 വർഷക്കാലം മാനസികരോഗ ആശുപത്രിയിൽ താമസിച്ച സമയത്ത്, അവിടെ ശുശ്രൂഷ ചെയ്ത സമയത്ത്, നമുക്ക് ഇവിടെയുണ്ട് FOJയുടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. നമുക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് മനസ്സിലായി, നമ്മളെ പോലെ സാധാരണ മനുഷ്യർ, നമ്മളെ പോലെ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സാധാരണ മനുഷ്യര് ജീവിതത്തിന്റെ ചില പ്രത്യേകമായ സങ്കടാനുഭവങ്ങളുടെ സമയത്ത്, ജീവിതത്തിൽ സംഭവിച്ച ചില അപകടങ്ങളുടെ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാത്തതിന്റെ പേരിൽ, ജീവിതത്തിൽ വന്നുപോയ ചില തകർച്ചകളെ എങ്ങനെ അതിജീവിക്കണമെന്നറിയാത്തതിന്റെ പേരിൽ അവരെടുത്ത ചില തീരുമാനങ്ങൾ, അവരുടെ മനസ്സിന് സംഭവിച്ച ചില താളപ്പിഴകൾ അവരെ ഇന്ന് ഒരു മാനസികരോഗ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയണേ. അവർക്കിങ്ങനെ സംഭവിച്ചതിന് പേരല്ല, ദൈവമേ, എന്തുമാത്രം അത്ഭുതങ്ങളിലൂടെയാണ് നീ എന്നെ സൃഷ്ടിച്ചത്, അല്ലെ? 139-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നമ്മളെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാതെ നമുക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഈ മാനസികരോഗ ആശുപത്രിയിലായിരുന്ന സമയത്തും എൻ്റെ പഠന സമയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായി, ദൈവത്തിൻ്റെ കൃപയുടെ സമാധാനം എന്നവർക്ക് മാത്രമാണ് ഇത്രയും വലിയ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും. നമ്മളിവിടെ ഇരിക്കുന്നവര് സങ്കടങ്ങളില്ലാത്തവരാണോ? പ്രശ്നങ്ങളില്ലാത്തവരാണോ? അല്ല. സഹനങ്ങളില്ലാത്തവരാണോ? അല്ല. പക്ഷെ ഈ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 46-ാമത്തെ വാക്യം നമുക്ക് അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യാം. 46-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്?
എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വായിക്കാം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. തുടർന്ന് വായിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പം നന്ദി പറയാനുള്ളത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം എന്നും പരിശുദ്ധമാണ്. നമ്മൾ ഇവിടെ ആയിരിക്കും ദൈവത്തിന് നന്ദി പറയാനുള്ളത് തന്നെയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അമേരിക്കയിലെ ന്യൂറോ സർജനായ ഒരു ഡോക്ടറുണ്ട്, ബെൻ കാഴ്സൺ എന്നാണ് ഡോക്ടറുടെ പേര്. ആ ഡോക്ടർ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സയാമിസ് ഇരട്ടകൾ, നിങ്ങൾ കണ്ട രണ്ട് തല ഒരുമിച്ചുള്ള ആളുകളുണ്ട്, രണ്ട് തല ഒരുമിച്ചുള്ള ആളുകളെ, ആ കുട്ടികളെ ഓപ്പറേഷൻ ചെയ്ത് വിജയകരമായിട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി അവരുടെ മാതാപിതാക്കൾക്ക് 2 മക്കളെ കൊടുത്തു. ഓപ്പറേഷൻ തൊട്ട് മുൻപ് അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ബെൻ കാഴ്സൺ എന്ന് പറയുന്ന ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു, ഡോക്ടറെ, ഏതെങ്കിലും ഒരു കൊച്ചിനെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളോട് പറയരുത്. ഏതെങ്കിലും ഒരു കൊച്ചിനെ മാത്രം കിട്ടാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, 2 മക്കളെയും ആരോഗ്യത്തോടെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിജയകരമായിട്ട് 2 മക്കളെയും അവരുടെ ഓപ്പറേഷൻ പൂർത്തിയാക്കി ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു, ഏത് കുഞ്ഞിനെ നിങ്ങൾക്ക് ആദ്യം കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ 2 മക്കളും ജീവനോടെ ഇരിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് അത്ഭുതത്തോടെ ആ ഡോക്ടർ പറയാൻ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം, ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇതിനൊക്കെ ശേഷം ഈ യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാർ അഭിസംബോധന ചെയ്തപ്പം അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കേട്ട യുവജനങ്ങൾ മുഴുവൻ യെസ് എന്ന് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ചെയ്ത സംഭവം, അതായത് അദ്ദേഹം അവരോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞതിൻ്റെയുമായ ഒരു പ്രക്രിയ, ഒരു ശരീരത്തിൽ നടന്ന പ്രക്രിയയെ കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ചു, വിവരിച്ചു. ശാസ്ത്രീയമായ എല്ലാ വാക്കുകളും ഉപയോഗിച്ച് വിവരിച്ചപ്പോൾ ഏതാണ്ട് 3 മിനിറ്റ് എടുത്തു ഇത് പറയാൻ, ഈ നടന്ന പ്രോസസ്, ഈ നടന്ന പ്രക്രിയ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും 3 മിനിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയ്ക്കും സങ്കീർണമായ നമ്മുടെ ശരീരത്തിലൂടെ നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നിങ്ങൾ അതിന് പ്രത്യുത്തരിക്കുകയും ചെയ്തു. ഇതിനെയാണ് സഹോദരങ്ങളെ ഞാൻ വിളിക്കുന്നത് അത്ഭുതമെന്ന്. ശാസ്ത്രം ഇത്രയേറെ വളരുകയും പഠിക്കുകയും ചെയ്തൊരു ഡോക്ടർ പറഞ്ഞതാ, ഇത് ഞാൻ അത്ഭുതം എന്ന് പറയുന്നു. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ മൈ ഗ്രാൻഡ് ഫാദർ ഗോഡ്. എന്റെ അപ്പാപ്പനെ ദൈവം എന്ന് വിളിക്കാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാതെ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ചിലരൊക്കെ വിളിക്കുന്നത് അവരുടെ അപ്പാപ്പനെ മങ്കി, കൊരങ്ങൻ എന്നാണ്. പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഞങ്ങൾ മൃഗത്തിൽ നിന്നുണ്ടായത് അവരാണെന്ന് പറഞ്ഞ് ശാസ്ത്രം മാത്രം വിശ്വസിക്കുന്നവരോട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ അപ്പാപ്പനെ കൊരങ്ങൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ അപ്പാപ്പനെ ദൈവം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതും ഇതേ വിശ്വാസം കൊണ്ടാണ്. എൻ്റെ അപ്പാപ്പൻ ദൈവമാണെന്നും എൻ്റെ അപ്പനും ഞാനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള വലിയ വിശ്വാസം. സ്നേഹമുള്ളവരെ, ഈ വലിയ വിശ്വാസത്തിന്റെ ബലത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ദൈവം നമ്മുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്. ആ ഒരു വിശ്വാസം ഉറപ്പാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ മനഃശാസ്ത്രം പഠിച്ചപ്പോൾ പഠിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ എൻ്റെയും നിങ്ങളുടെയും തലച്ചോറിലുണ്ട്. അതുകൊണ്ടാണ് പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ക്രൈസ്തവ വിശ്വാസം ശക്തമായിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മാനസികമായ ആരോഗ്യം നല്ലതാണെന്ന് പറയുന്നത്. നല്ല വിശ്വാസവും ആഴമായ ക്രിസ്തു അനുഭവമുള്ള ആത്മീയതയുള്ളവരുടെ ജീവിതത്തിൽ
മാനസികാരോഗ്യം വളരെ നല്ലതാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഏത് പ്രതിസന്ധിയെ ജീവിക്കാൻ, ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കഴിവ് കർത്താവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും തിന്മയുടെ ഇടപെടലുകളും തിന്മയുടെ സാന്നിധ്യങ്ങളും ഉണ്ടെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ മാനസിക ആരോഗ്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ഒപ്പം പൈശാചികമായ ചില ബന്ധനങ്ങളെ, ചില ഈവിൾ പൊസഷൻ, തിന്മയുടെ ശക്തികൾ കീഴടക്കുന്ന ചില ജീവിതങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്താൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ തിന്മയുടെ പൈശാചിക ശക്തികളുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും? അതുപോലെ തന്നെയാണ് നമുക്കുള്ള ശാരീരികമായ ചില പ്രതിസന്ധികൾ. നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. തിന്മയുടെ ശക്തി ആവേശിച്ച അടിമയാക്കിയെന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിനെ കണ്ടപ്പം പറയുന്ന അഭിസംബോധന വളരെ കൃത്യമാണ്. ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇത്രയും ജീവിതത്തിന് ഏറ്റവും അധപതിച്ച സാഹചര്യത്തിൽ പോയി എന്ന് കരുതുന്ന വ്യക്തിക്ക് പോലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീയും ഞാനും തമ്മിൽ ബന്ധമില്ല. പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തിയെ അവൻ അംഗീകരിക്കുന്നില്ല. നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഇടപെടരുത്, കാരണം എനിക്കറിയാം നീ ശക്തനാണെന്ന്. ഇത് പറയുമ്പോൾ ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്നോട് ഇടവകയിലായിരിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, അച്ഛാ, ഒരു 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 പൈശാചിക ബന്ധനത്തിലുള്ളൊരു കുടുംബമുണ്ട്, അവർ ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം അച്ഛന് വരാൻ പറ്റിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കും. എന്നിട്ട് അവരുടേതായ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അച്ഛൻ നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. എല്ലാ രൂപതകളിലും സാധാരണയായിട്ട് ഇതുപോലെയുള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഡെലിവറൻസ് കൊടുക്കാനായിട്ട്, ഈവിൾ പൊസഷനിൽ നിന്ന് ഡെലിവറൻസ് കൊടുക്കാനായിട്ട് ചില അച്ഛന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ രൂപതയിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇടവകയിലായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു, അച്ഛനെ വിളിക്കാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇടപെട്ടേ പറ്റൂ, അച്ഛനൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ വികാരിച്ചോട് പറഞ്ഞു, അച്ഛൻ വികാരിച്ചപ്പോൾ അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഊറാറ എടുത്തു, എൻ്റെ ഒരു കുരിശെടുത്തു, എൻ്റെ ഡെലിവറൻസ് പ്രയറിൻ്റെ പ്രാർത്ഥന എടുത്തു. ഞാൻ അവരുടെ കൂടെ ചെന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടത് ആ വീട്ടിൽ നിറയെ ആളുകളാണ്. അവരുടെ അയൽവക്കക്കാരൊക്കെ വന്നിട്ടുണ്ട്, ബന്ധുക്കൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഞാൻ അകത്തെ മുറിയിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടിയെ ഇവരിങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. 4 ആമ്പിള്ളേരിങ്ങനെ കൈയും കാലും തലയും കാലും ഒക്കെ മുറുക്കി പിടിച്ചേക്കുന്നു. ഞാൻ അവിടെ ചെന്നു. എനിക്ക് ഉറപ്പാണ് എൻ്റെ തമ്പുരാൻ ശക്തനാണ്. ഞാൻ ഊറാറ എടുത്തിട്ടു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരെല്ലാവരും ചുറ്റും നിന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇവരുടെ കൈയും കാലും വിടാൻ പറഞ്ഞു, തലയടക്കം പിടിച്ചേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, അപകടമാണ്. ഞാൻ പറഞ്ഞു, അറിയാം അപകടമാണ്, പക്ഷേ എനിക്ക് അപകടം സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് അപകടം സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിട്ടോ. അല്ല അച്ഛാ, അവള് ചിലപ്പം അച്ഛനും വല്ല ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ തുപ്പ് അവള്. ഞാൻ പറഞ്ഞു, സാരമില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുരിശും എൻ്റെ പ്രാർത്ഥന പുസ്തകം എടുത്ത് ഊറാറിയിട്ട് ഞാൻ അവളുടെ മുമ്പിൽ നിന്നു. ഞാൻ പറഞ്ഞു, കൈ വിടാൻ പറഞ്ഞു. വിടാൻ പറഞ്ഞ് കൈയും തലയും അവർ വിട്ടു. വിട്ട വഴിക്ക് ഇവള് അലറി വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു.
വലിയൊരു ശബ്ദം ഉണ്ടാക്കി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവിടെ അനങ്ങാതെ നിന്നു. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇന്നിപ്പോൾ എനിക്ക് ഇത്രയും വണ്ണുണ്ട്, ഇതിനേക്കാളും വണ്ണം കുറവായിരുന്നു ഞാൻ അന്ന്. എൻ്റെ വണ്ണത്തിനൊപ്പമുള്ള ഊറാറ എനിക്ക് കിട്ടുന്നതായിരുന്നു, ഇതുപോലൊരു ഊറാറ. ഞാൻ അവളുടെ മുമ്പിൽ അനങ്ങാതെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തമ്പുരാൻ അത്രയും ശക്തനാണെന്ന്. കാരണം എന്താണെന്നറിയോ, ഈ വീട്ടിൽ നിന്ന ആളുകൾ മുഴുവൻ എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ തണ്ടും തടിയുമുള്ള മനുഷ്യര് ഇവർ എൻ്റെ പുറകിൽ നിൽക്കുക. ഞാനൊന്ന് നോക്കി അവരെ. ഇവളാണെങ്കിൽ അനങ്ങാതെ എൻ്റെ മുമ്പിൽ എന്നെ തുറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ നീങ്ങിയില്ല. ഞാൻ നോക്കുമ്പോൾ ഇത്രയും മനുഷ്യര് എന്തുകൊണ്ട് എൻ്റെ പുറകിൽ നിന്നും ഓർത്തപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കാനല്ലാതെ നന്ദി പറയാനല്ലാതെ കഴിയില്ല. കാരണം ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് പ്രഘോഷിച്ചു, ഈ നിൽക്കുന്ന അച്ഛന്റെ പുറകിൽ നിന്ന് ഇവൾക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ലെന്ന് അവിടെ നിന്ന് ഒരു ഉറക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡെലിവറൻസ് പ്രേയർ നടത്തി, അവൾ ആശീർവദിച്ച് ശാന്തമായിട്ട് അവിടെ നിന്നൊരു കൊന്തയും ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങി പോകുന്നത്. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഉറപ്പാണ് തമ്പുരാൻ നമ്മളെ കൂടെയുണ്ടെങ്കിൽ ഒരു പൈശാചിക ശക്തിക്കും തൊടാൻ പോലും നമ്മളെ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പൈശാചിക ബന്ധനത്തിലായിരുന്ന, ഈവിൽ പൊസിഷനിലായിരുന്ന ഈ മനുഷ്യൻ പറഞ്ഞത്, ദൈവപുത്ര നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നമ്മൾ ഇടപെടുമ്പോഴാണ് പ്രശ്നം, അല്ലെ? ഇടപെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ, എന്നെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇടപെട്ടേ പറ്റൂ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തിന്മയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ നമുക്കതിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റണം. ഇനി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. അവൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പം ഈ അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചിപ്പിക്കാൻ, രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്താൻ അധികാരം നൽകി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അശുദ്ധാത്മാക്കളാൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, രോഗങ്ങളാൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അശുദ്ധാത്മാക്കളാൽ പീഡ അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങളാൽ പീഡ അനുഭവിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പീഡനങ്ങളും, മനുഷ്യനുള്ള എല്ലാ സഹനങ്ങളും അശുദ്ധാത്മാവ് കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്, മനുഷ്യന്റെ ശാരീരികമായ രോഗങ്ങൾ കൂടി ഉണ്ടാകാം. ഒരു കാര്യം വ്യക്തമല്ല, ഉറപ്പായിട്ടും ഈശോ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചു അശുദ്ധാത്മാക്കളെ നിന്ന് മോചിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുത്താനും അവരെ പറഞ്ഞയച്ചു. എന്ന് വെച്ചാൽ ഈശോ പറയുന്നത് വളരെ കൃത്യമാണ്. ഈ ലോകത്തിൽ അശുദ്ധാത്മാക്കളുടെ സ്വാധീനമുള്ള അനുഭവങ്ങളുമുണ്ട്, രോഗാവസ്ഥകളുമുണ്ട്. പണ്ട് മുതലേ പഴയ നിയമകാലം മുതലേ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, രോഗങ്ങളെല്ലാം പൈശാചിക പീഡകളാണ്. പക്ഷെ ഈശോ പറഞ്ഞു, എന്തുകൊണ്ട് അവൻ രോഗിയായിട്ട് മാറിയത്? അന്ധനായ യാചകന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ട് അവൻ അന്ധനായി മാറിയത്? ഇവന്റെ പാപം നിമിത്തമാണോ, ഇവന്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണോ? ഈശോ ഇതൊന്നും പാപമല്ല എന്നല്ല പറഞ്ഞത്. ഈശോ പറഞ്ഞത് ദൈവത്തിന്റെ മഹത്വം ഇവനിൽ ഇടപെടാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ മഹത്വം ഇവനിൽ ഇടപെടാൻ വേണ്ടിയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. വീണ്ടും ഇതേ സന്ദേശം തന്നെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത് നമ്മള്? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ട് രീതിയിലാണ് ഈശോ നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനും ഒപ്പം നമുക്ക് സൗഖ്യം തരാനും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ശിഷ്യരിലൂടെ ഇടപെടുന്നത് തിന്മയുടെ ശക്തികളിൽ നിന്ന് മാറ്റി നിർത്തി ഒപ്പം അവരെ സൗഖ്യപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. ചില അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ ശിഷ്യന്മാരെ നിയോഗിക്കുന്നുണ്ട്, ഒപ്പം രോഗസൗഖ്യങ്ങളും കർത്താവ് ശിഷ്യന്മാരിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പ്രതിസന്ധികളും അശുദ്ധാത്മാവ് കൊണ്ടല്ല വരുന്നത്. അശുദ്ധാത്മാവ് കൊണ്ടുള്ള അനുഭവങ്ങളുണ്ട്, പക്ഷേ അതുപോലെ തന്നെയാണ് രോഗപീഠകളും. അതുകൊണ്ട് അശുദ്ധാത്മാക്കളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ, അശുദ്ധാത്മാക്കളെ മോചിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. ഈശോ പറയുന്നത് അങ്ങനെയാണ്,
പ്രാർത്ഥന കൊണ്ടല്ലാതെ പോവില്ല. പക്ഷെ രോഗസൗഖ്യത്തിന് അതിൻ്റെതായ ചില ഈശോ ഇടപെടുന്ന അങ്ങനെയാണ്. കണ്ണിൽ ചെളി പൂശി എന്നിട്ട് അവനോട് പറഞ്ഞു, സീലോഹ, അയക്കപ്പെട്ടവൻ എന്ന പോയി കുളത്തിൽ പോയി നീ കഴുകണം, അല്ലേ? എന്നിട്ട് അവൻ പോയി കഴുകി, ശുദ്ധി വന്നു, സുഖമായി, കാഴ്ച കിട്ടി. എന്ന് വെച്ചാൽ നിന്റെ രോഗസൗഖ്യത്തിന് നീ കൊടുക്കേണ്ട ചില പ്രതിവിധികളുണ്ട്, ജീവിതത്തിൽ നീ കാണേണ്ടവരുണ്ട്, അവരോട് നീ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് സുവിശേഷം നമ്മോട്, ഇന്നത്തെ വചനങ്ങൾ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, അശുദ്ധാത്മാക്കളെ മോചിപ്പിച്ചും രോഗസൗഖ്യം നൽകി. അപ്പൊ അതുകൊണ്ട് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സമാധാനത്തിന്റെ ജീവിതം ഉണ്ടാകണേ. എന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിലും, അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചനം കിട്ടുമ്പോഴും രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? സമാധാനവും സന്തോഷവും ജീവിതം തമ്പുരാനെ തരണം. സമാധാനവും സന്തോഷമുള്ള ജീവിതം തമ്പുരാനെ തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം. നമ്മൾ ആ ഭാഗം തുടങ്ങുന്നത് അങ്ങനെയാണ്, തലക്കെട്ട് എങ്ങനെയാണ്? എന്താണ്? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളാണ് അതിൽ കാണുന്നത്. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു, ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ, മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ സമാധാനം നഷ്ടപ്പെട്ട, അശുദ്ധാത്മാവ് ബാധിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതുപോലെ രോഗാവസ്ഥയിലാണെന്ന് പറയുന്ന, മാനസികമായ ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് നമ്മളെല്ലാവരും ഒരുപോലെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നവരാണോ? അല്ലല്ലോ. ഞങ്ങൾ സാധാരണ സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ പഠിക്കുമ്പം പറയുന്നൊരു കാര്യം, 2 തരം കൗൺസിലിങ്ങുകളുണ്ട് സാധാരണ. എന്താണ്? ഒന്ന് ഗിഫ്റ്റഡ് കൗൺസിലിംഗ്, അല്ലെ, കരിസ്മാറ്റിക് കൗൺസിലിംഗ് ആണ്. രണ്ടാമത്തേത് ഇതുപോലുള്ള ശാസ്ത്രീയമായ കൗൺസിലിംഗ്, മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ്. ഗിഫ്റ്റഡ് കൗൺസിലിംഗിൽ സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് അവരുടെ ജീവിതത്തിന് അനുഭവങ്ങളെ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി ഒരു വിഷൻ, ഒരു ദർശനത്തോടെ നമ്മൾ പറയും. അല്ലാത്ത മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിൽ അങ്ങനെ പറയരുതെന്ന് പറയാം. മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിൽ നമുക്കൊരാളെ മനസ്സിലാക്കാൻ അത്ര എളുപ്പം അല്ല. എന്ന് വെച്ചാൽ അവൻ സ്വന്തമായിട്ട് പറയണം, അവൾ സ്വന്തമായിട്ട് പറയണം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്ന്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മുഴുവൻ കേൾക്കാൻ നമുക്ക് ശ്രമിക്കണം. അപ്പോഴേ നമുക്കറിയൂ ഒരാള് ഏത് സ്വഭാവത്തിൽ നടക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ മക്കളെ കുറിച്ച് മാതാപിതാക്കളോട് ചോദിക്കും, മാതാപിതാക്കളോട് പ്രശ്നങ്ങളാണ് മക്കളോട് ചോദിക്കും. ഒരിക്കൽ എൻ്റെ അടുത്ത് കൗൺസിലിന് വന്നൊരു കുട്ടി, അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായിട്ട് അവനെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ അവനെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛാ, അവനിങ്ങനെ സ്വഭാവത്തിൽ ഇങ്ങനെ തന്നെ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരുന്ന് അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി പുറത്തിരിക്കി, ഞാൻ മകനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചു, അവനോട് ചോദിച്ചുകൂടാ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചു. സുഖമാണോ എന്ന് ചോദിച്ചു. അവൻ ഒരു കുഴപ്പമില്ല അച്ഛാ, സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ അവരോട് സംസാരിച്ചോളാൻ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മാതാപിതാക്കൾക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് ഇവനോട് സംസാരിക്കണ്ടേ. ഞാൻ ഇവനോട് വീണ്ടും ചോദിച്ചു, നിനക്ക് വല്ല സങ്കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവനോ സങ്കടങ്ങളുണ്ട് അച്ഛാന്ന് പറഞ്ഞു. സമാധാനമായി. ഇനി ആ സങ്കടങ്ങൾ ചോദിച്ചു വേണം അവനെ സഹായിക്കാനായിട്ട്. അപ്പം അവൻ പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ സങ്കടം ഉക്രൈനിലെ കുടുംബങ്ങളെ ഓർത്താണ് എൻ്റെ സങ്കടം. ഉക്രൈനിലെ കുടുംബങ്ങളാണ് അവൻ്റെ സങ്കടം. ഞാൻ ചോദിച്ചു, നിന്റെ വീട്ടിലെ സങ്കടങ്ങൾ നിനക്ക് സങ്കടങ്ങളല്ലേ? എൻ്റെ വീട്ടിലെ സങ്കടങ്ങളേ അല്ല. കാരണം അവന് വീട്ടിലെ സങ്കടങ്ങൾ കാണാൻ പറ്റുന്നില്ലല്ലോ. കാരണം അവൻ കാണുന്നത് മുഴുവൻ മൊബൈലിൽ ഉക്രൈനിലെ കുടുംബങ്ങളിലെ സങ്കടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ സങ്കടങ്ങളൊന്നും കാണാൻ അവന് പറ്റുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞുകൂടാ, അതങ്ങനെയല്ലല്ലോ, നിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ ഞാൻ അവനോട് കൃത്യമായിട്ട് പറയേണ്ടി വന്നു, ഇങ്ങനെ ചില പ്രതിസന്ധികളുണ്ടെന്നും നിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ടെന്നും നീ അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്നും ഞാൻ അവനോട് പറഞ്ഞു.
തീർത്തും സമ്മതിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില ഇടപെടലുകൾ നടത്തേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു മനസ്സിലാക്കുന്നത്. നമ്മൾ അവരൊന്ന് ശ്രദ്ധിക്കണം. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലികൾ എങ്ങനെയാണ്. ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ആ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ പൈശാചിക ബന്ധനമാണോ എന്ന് തിരിച്ചറിയാനായിട്ട്. അവര് പറയും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ ആവശ്യം പോലും ഇല്ല. ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ കുമ്പസാരിക്കുന്നത്. ഞാൻ പറയുന്നത് അതും പൈശാചിക ബന്ധനമാണ്. കൂദാശകളിൽ വിശ്വാസമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ, കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്താൻ ഇഷ്ടപ്പെടാത്തവർ, കുമ്പസാരിക്കാത്തവർ, കൂദാശകൾ സ്വീകരിക്കാത്തവർ, ഇവരൊക്കെ ഞാൻ പറയും പൈശാചിക ബന്ധനത്തിലാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് കുറെ കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുന്നു. അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. ഞാൻ പറയും അവരാണ് ശരിക്കും പൈശാചിക ബന്ധനത്തിലുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയെ നിങ്ങൾ നോക്കണം. ഇത്ര നാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂദാശകൾ സ്വീകരിക്കുകയും എല്ലാ കുർബാനയിലും പങ്കെടുക്കുകയും ധ്യാനത്തിന് പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ചില സമയങ്ങളിൽ അവരുടെ ശാരീരികമായ വ്യത്യാസം കൊണ്ട് ചിലപ്പം പല മാനസികമായ ചില പ്രശ്നങ്ങൾ വരാം. അവര് പൈശാചിക ബന്ധനത്തിലുള്ളവരല്ല. അവർക്ക് നമ്മൾ ഒരു ചികിത്സ കൊടുത്താൽ അവർ ഭംഗിയായിട്ട് സുഖമായിട്ട് വരും. ഞാൻ ഈ ടിം ഹാൻസിലുള്ള സമയത്ത് എത്രയോ പേരാണ് വരാറുള്ളത്. നമ്മൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളത്, നമുക്ക് ഷുഗർ വരുമ്പം വേഗം ഡോക്ടറെ പോയി കാണും. നമ്മൾ BP കൂടുമ്പോൾ നമ്മൾ വേഗം പോയി ഡോക്ടറെ കാണും. പക്ഷേ നമ്മുടെ തലച്ചോറിൽ വരുന്ന ചില മാറ്റങ്ങൾക്ക് നമ്മൾ ആരും ഡോക്ടറെ പോയി കാണില്ല. കാരണം എന്താ, അത് വലിയ പ്രശ്നം. എന്നിട്ടോ കുറേ നാളുകൾ ചിലപ്പോൾ ചികിത്സയില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ച് കുറേ കഴിയുമ്പം നമ്മുടെ താളം തെറ്റിക്കഴിയുമ്പം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു കഴിയുമ്പം, കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിയുമ്പം എല്ലാവരും പറയും എന്തെങ്കിലും കൊണ്ട് ചെയ്യും. ചിലപ്പോഴെങ്കിലും സംഭവിക്കാനുള്ളത് നമ്മൾ ഓടി വരുന്നത് ചിലപ്പോഴൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വ്യക്തിക്ക് ഈ പ്രതിസന്ധി ഉണ്ടായത് വിശ്വാസക്കുറവിന്റെ പേരിലല്ല. പക്ഷേ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ എങ്ങനെ അത് അതിജീവിക്കണം എന്ന് അറിയാത്തതിന്റെ പേരിൽ, ചിലപ്പോൾ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരു ചികിത്സ നമുക്ക് കൊടുത്തേ പറ്റൂ, ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. പക്ഷേ അല്ലാത്ത മറുപക്ഷക്കാരെ ഞാൻ പറഞ്ഞത്, അവര് ഇങ്ങനെയാകാനുള്ള കാരണം അവരുടെ വിശ്വാസക്കുറവാണ്. പക്ഷെ ഈ രണ്ടു കൂട്ടരും ഏതാണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമ്പം ഏതാണ്ട് ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരെ ചിലപ്പോൾ അവർ ഉപദ്രവിക്കും. അവർ നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ കണ്ടു എന്ന് പറയും. നമ്മൾ കേൾക്കാത്ത ശബ്ദം ചിലപ്പോൾ അവർ കേട്ടു എന്ന് പറയും. അവരെ തന്നെ ഉപദ്രവിക്കും, അവർ അലറി വിളിക്കും. രണ്ടു കൂട്ടരും ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ അവരുടെ സമനില തെറ്റിക്കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുന്ന രീതികളൊക്കെ ശരിയാണ്. പക്ഷേ അവരതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു സ്വഭാവം കാണുമ്പോൾ ഉടനെ തന്നെ അതൊരു പൈശാചിക ബന്ധനമാണെന്ന് വിധിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ചില സ്വഭാവം കാണുമ്പോൾ അത് മാനസിക രോഗമാണെന്ന് വിധിക്കാതിരിക്കുക. അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, എന്നിട്ട് വേണം നമുക്ക് അവർക്ക് ആവശ്യമായൊരു സഹായം കൊടുക്കാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം, 6-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു ഗുണമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? 33-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം. നിങ്ങളൊന്ന് വായിക്കുന്നല്ല, വീട്ടിൽ പോയിട്ട് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉത്കണ്ഠ മൂലം, നമ്മുടെ അനാവശ്യമായ ആകുലത മൂലം നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് വേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒപ്പം നമ്മുടെ ദൈവാശ്രയത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് ദൈവം നമുക്ക് തന്ന നല്ല ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ദൈവം തന്നതാണ് ഈ സാഹചര്യങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഒരു പക്ഷേ വൈദ്യന്മാരിലൂടെ ആയിരിക്കാം,
വൈദികരിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ രണ്ടും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ശിഷ്യന്മാരെ അവൻ പറഞ്ഞയക്കുമ്പം അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതോടൊപ്പം തന്നെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അയച്ചത്. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ മുഴുവൻ സമഗ്രതയോടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് പടച്ചു വിടുമ്പോൾ നീ എന്നും രോഗിയായിരിക്കണം, നീ എന്നും സങ്കടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണോ പറഞ്ഞയക്കുന്നത്? ആണോ? നമ്മുടെ ചിലരുടെ വിചാരം അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവരോട് എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങൾ കാണുമ്പം ഇഷ്ടപ്പെടുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങൾ എന്നും പാപികളാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ഞാൻ ഈ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനാവണേക്കാൾ തൊട്ട് മുൻപ് ജയിൽ സന്ദർശനങ്ങൾക്ക് പോകാറുണ്ട്. ജയിൽ സന്ദർശനം. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ജയിൽ സന്ദർശനത്തിന് പോയ വഴി കയറിയത് ആലത്തൂർ സബ് ജയിലിലാണ്. ആലത്തൂർ സബ് ജയിലിൽ ഞങ്ങൾ പോകുമ്പോൾ, ഞങ്ങൾ സബ് ജയിലിൽ ചെല്ലുന്നേക്കാളും മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടപ്പോൾ, 1 മാസം ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞങ്ങൾ ജയിൽ സന്ദർശനത്തിന് പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ ഈ സബ് ജയിലിൽ പോകുമ്പം ഞങ്ങൾ ചില കലാപരിപാടികളൊക്കെ ഒരുങ്ങും. ചില പാട്ട്, ചില തമാശ പരിപാടികൾ. ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ള ധൂർത്തുപുത്രന്റെ ഉപമ ഞങ്ങളിങ്ങനെ അഭിനയിച്ച് അത് നാടകം പോലെ അവതരിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഈ ആലത്തൂർ സബ് ജയിലിൽ പോയിട്ട് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ഡയലോഗ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് മറുഭാഗം പറയാൻ ചില ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് കളിയാക്കും. ഇവര് 2-3-4 പേര് ഞങ്ങൾ പറയുന്നത് കൊളാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. ഞങ്ങൾ ധൂർത്തുപുത്രന്റെ നാടകം ഒരു വിധേന ഞങ്ങൾ അവതരിപ്പിച്ചു. കാരണം അതാണ് ഒരു മെയിൻ സന്ദേശം അവർ കൊടുക്കാനുള്ളത്. തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക, ഒരു നല്ല വ്യക്തിയായിട്ട് മാറുക. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, അന്ന് ഞാനായിരുന്നു ഡീക്കൻ. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് ഞങ്ങൾ ചെയ്ത കാര്യം ഇങ്ങനെയായിരുന്നു, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കാരണം ജയിലിൽ നിന്ന് എല്ലാവരെയും നടുത്തളത്തിലേക്ക് കൊണ്ടിരുത്തിയിട്ടാണ് ഈ പരിപാടി ഞങ്ങളുടെ ഈ പ്രസന്റേഷൻ പ്രോഗ്രാമുകൾ ചെയ്യുക. ഞങ്ങളുടെ ബ്രദേഴ്സ് ഇവരുടെ ഇടയിൽ നിന്ന് കൈ കോർത്ത് പിടിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കണ നേരത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ പല മതങ്ങളിൽപ്പെട്ടവരാകാം, ഹൈന്ദവനോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആകാം. പക്ഷെ ഈ സമയം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുഖം ഒന്ന് ഓർക്കണം. വെറുതെ പ്രാർത്ഥിക്കലല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു മുഖം നമ്മൾ ഓർക്കണം. ഈശോയുടെ ആകാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുഖം നിങ്ങൾ ഓർക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ ഈ ജയിലിൽ വന്ന സമയം മുതൽ നിങ്ങളുടെ വീട്ടുകാരൊരുപക്ഷെ നിങ്ങൾ കള്ളനെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം, കൊള്ളരുതാത്തവനെന്ന് വിളിച്ചേക്കാം, മോശപ്പെട്ടവനെന്ന് പറഞ്ഞേക്കാം. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഈ മുഖം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ദൈവം, നിങ്ങൾ കരയുമ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സങ്കടപ്പെടുമ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പാടാം. എന്നിട്ട് ഒരുമിച്ച് പാടി ഞങ്ങൾ പ്രാർത്ഥിച്ച പാട്ട് ഇതാണ്: എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ഇല്ലേ, നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ നമ്മൾ കരയണ സമയത്ത് എൻ്റെ കൂടെ കരയാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ? നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ എൻ്റെ ഈ സങ്കടങ്ങളുടെ സമയത്ത് ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയെങ്കിൽ? ഞാൻ ഈ പാട്ട് പാടി, ഞങ്ങൾ ഈ പാട്ട് പാടി പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞങ്ങളെ കളിയാക്കിയ 4 പേര് അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വേഗം നിർത്തിയത്. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛ ക്ഷമിക്കണം, ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ എന്ന് പറഞ്ഞു. നമ്മൾ സാരമില്ലേ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ ശപിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ശപിക്കരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. ഞാനത് പറയാനുള്ള കാരണം, സ്നേഹമുള്ളവരെ, നമ്മുടെ ആകുലതകളിലും നമ്മുടെ സങ്കടങ്ങളിലും അകലെയിരുന്ന് കുറ്റപ്പെടുത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കൂടെ കരയാൻ, നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മുടെ രോഗങ്ങളിൽ നമുക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. അതുകൊണ്ടാണ് സുന്ദര കവാടത്തിന് മുൻപിൽ നിൽക്കുമ്പം പത്രോസ് പറഞ്ഞത്,
എനിക്ക് നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണ്ണോ വെള്ളിയോ ഒന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് പറയാൻ പറ്റും, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കണം ഞങ്ങളെ പോലെ, നീ എഴുന്നേറ്റ് നടക്കണം ഞങ്ങളെ പോലെ എന്ന് പറഞ്ഞപ്പം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ആശീർവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പം അവൻ എഴുന്നേറ്റ് നടന്നു. സ്നേഹമുള്ളവരെ, യേശു നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നീ ഇങ്ങനെ എന്നും മുടന്തനായിരിക്കാനോ, നീ എന്നും സങ്കടപ്പെട്ട് ജീവിക്കാനോ, നീ എന്നും അസ്വസ്ഥപ്പെട്ട് കഴിയാനോ അല്ല ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ സമാധാനം തന്ന് നിന്നെ സൗഖ്യപ്പെടുത്തി നിന്നെ സമാധാനിപ്പിച്ച് നിന്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ ഇന്നെൻ്റെ കൗൺസിലിങ്ങിന്, എൻ്റെ മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് ആണെങ്കിലും ഞാൻ എന്നും അച്ഛനായിട്ടിരുന്ന് അവരോട് കൗൺസിലിംഗ് നടത്തും. ഞാൻ ലോക്കേറ്റാണ് കൗൺസിലിംഗ് നടത്തുന്നത്. അവരോട് പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഹിന്ദുക്കൾ വരാറുണ്ട്, മുസ്ലിമുകൾ വരാറുണ്ട്, ക്രിസ്ത്യാനികൾ വരാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, തമ്പുരാൻ നിങ്ങളെ സഹായിക്കും, ഉറപ്പാ എന്ന് ഞാൻ അവരോട് പറയുമ്പം, പണ്ടൊക്കെ ഞാൻ പറയുമ്പം ആർക്കൊരു വിലയുണ്ടായിരുന്നില്ല, ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ അറിവ് കുറവുകൊണ്ട് പറയേണ്ടതെന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പട്ടം കിട്ടിയിട്ട് 20 വർഷമായിട്ട് ഈ പ്രസംഗം ചെയ്യുമ്പോഴും എൻ്റെ മുൻപിൽ കൗൺസിലിംഗ് വരുന്നവരോടും ഞാൻ സംസാരിക്കുന്നവരോടും മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാം ശരിയാണ്. തമ്പുരാൻ ഇടപെടും, നമുക്കൊരു സഹായം തരും. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും നാളെ തീരുമെന്നല്ല. ഈ പ്രശ്നങ്ങളുടെ നടുവിലും സമാധാനത്തോടെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാറുള്ളത്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുത്തമ്പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്തെ ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പം രാവിലെ അവിടെ 9 മണിക്ക് വ്യാകുല മാതാവിൻ്റെ നൊവേന തുടങ്ങിക്കഴിഞ്ഞിട്ട് നൊവേന ചൊല്ലി കുർബാന ചൊല്ലുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പം പട്ടം കിട്ടിയിട്ട് 2ാമത്തെ വർഷം ഞാൻ അവിടെ കുർബാനയ്ക്ക് നിൽക്കുമ്പം ഇവിടെ കുർബാനയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കരഞ്ഞ് എൻ്റെ മൂത്ത് നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വികാരിച്ചെന്ന് പറഞ്ഞു, അച്ഛാ ഇവിടെ കുർബാന ചെല്ലുമ്പോഴും ഇവിടെ നൊവേന ചെല്ലുമ്പോഴും ഒരു പ്രത്യേക അനുഭവമാണ്. അച്ഛൻ കൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ ചില നേരത്ത് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കരയണു, എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കണു, അവർ ഭയങ്കര നമ്മളെ തന്നെ ഇങ്ങനെ നോക്കണു, അത് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് തെറ്റി, അച്ഛനെ അല്ല അവർ നോക്കുന്നത്, തൊട്ടു പുറകിൽ ഒരു സക്രാരിയുണ്ട്, അതിന് തൊട്ട് മുകളിൽ ഒരു വ്യാകുലമാതാവിൻ രൂപമുണ്ട്. മുറിഞ്ഞ ശരീരവുമായിട്ട് മരിച്ച മൃതശരീരത്തെ മടിയിൽ കിടത്തി ഒരു അമ്മ ഇങ്ങനെ കരയുന്നൊരു മുഖമുണ്ട്. അത് കാണുമ്പം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നെ പോലെ സങ്കടങ്ങളുള്ള ഒരു അമ്മ ഇവിടെയുണ്ട്, ഞങ്ങളെ പോലെ മുറിവേറ്റൊരു ശരീരമുള്ളൊരു ക്രിസ്തു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും അതിജീവിക്കാൻ ഞങ്ങൾക്കും കഴിയും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ അപ്പുറത്ത് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനൊരു മനഃശക്തി നമുക്ക് കിട്ടും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ആകുലത കൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമുക്കൊന്നേ പറയാനുള്ളൂ, ഈ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിനെ കുറെ കൂടി ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ മനസ്സിനെ കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് ബലം കുറഞ്ഞു പോകുമ്പം മനസ്സിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ചില സാഹചര്യങ്ങളോ ചില ഇടപെടലുകളോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറയും, ശാസ്ത്രീയമായ ഇടപെടലുകളോടൊപ്പം തന്നെ ആത്മീയമായ ഒരു ബലം നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ? നമ്മൾ പണ്ട് മുതലേ ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് പറയുന്നത്, പണ്ടത്തെക്കാളേറെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ തന്നെ വേണം എന്നവർ ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ നമ്മൾ തന്നെ വേണം. ദൈവത്തെ മറന്നുപോയി. ഞാൻ ഈ യുവജനങ്ങൾക്ക് ഒരിക്കൽ ഇങ്ങനെ ക്ലാസ്സിൽ കിടന്ന നേരത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അച്ഛാ, എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? എന്തിനാണ് മതങ്ങൾ എന്ന് എന്നോടൊരു കൂട്ടുകാരൻ ചോദിച്ചാൽ അവനോട് ഞാൻ എന്ത് പറയണം? ഇവന്റെ പ്രശ്നമല്ല. ഇവനോടൊരു കൂട്ടുകാരൻ ചോദിച്ചാൽ ഇവൻ എന്ത് പറയണം? ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞ, അച്ഛൻ വലിയ ദൈവശാസ്ത്രം പറയരുത്, മനഃശാസ്ത്രവും പറയരുത്, സിമ്പിളായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റണേ നന്നായി. ഇപ്പൊ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും വേഗത്തിൽ കിട്ടണം. മൊബൈലിൽ അങ്ങനെയാണ് എല്ലാം. ഇങ്ങനെ ഈ റീൽസ് കൾച്ചർ എന്ന് പറയാ, 30 സെക്കൻഡുള്ള വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നോളം വരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ആളുകൾ. അതുകൊണ്ട് ആർക്കും ഇരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു ഉത്തരം കിട്ടണം. ഇവൻ എന്നോട് ചോദിച്ചാൽ, അച്ഛനൊരു ഉത്തരം പെട്ടെന്ന്
പറയാൻ പറ്റുമോ? വളരെ എളുപ്പത്തിലുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് സന്തോഷിക്കണം ആഗ്രഹമുണ്ടോ? എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷിക്കണമെന്ന്. അവൻ പറഞ്ഞു, നീ ജീവിതത്തിൽ സന്തോഷിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചേ മതിയാവും. നിനക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിനക്ക് സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നീ ദൈവത്തിൽ വിശ്വസിച്ചേ മതിയാവും. ഞാനത് പറഞ്ഞപ്പോൾ വേറൊരു പെൺകുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, അച്ഛാ എന്തിനാ നിങ്ങൾ ഞങ്ങളെങ്ങനെ പേടിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്നെ ആരെ പേടിപ്പിച്ചത്? അല്ല, അവള് പറഞ്ഞു, അല്ല എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗ് അത്, ഡാ നീ ഇത്ര നാളെ വിളിച്ചില്ലല്ലോ, മോളിലൊരാളുണ്ട് കേട്ടാ തമ്പുരാൻ, അത് ഓർത്തോ നീ അല്ലേ? കാരണന്മാർ നമ്മോട് പറയാറുള്ളതാ. ഇവള് പറയുന്നത് എന്ത് പറഞ്ഞാലും മോളിൽ ദൈവമുണ്ട്, ദൈവത്തെ പേടിച്ചോളൂ എന്ന് പറയാറുണ്ട്. എന്തിനാ അച്ഛാ നിങ്ങൾ ഞങ്ങളെ ദൈവത്തെ പേടിപ്പിക്കാൻ, ദൈവത്തെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു കാണും, ദൈവത്തെ പേടിക്കണണ്ട, നീ ആരും പേടിച്ചില്ലെങ്കിലും ദൈവത്തെങ്കിലും പേടിക്കണം. ഇതേ അമ്മ തന്നെ എന്നോട് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതേ അമ്മ തന്നെ പറയാറുണ്ട്, ആരും മനസ്സിലാക്കിയില്ല നീ വിഷമിക്കണ്ട, മോളൊരു ദൈവമുണ്ട്, ദൈവം നിന്നെ മനസ്സിലാക്കും. ഞാൻ അവളോട് പറഞ്ഞു, ദൈവത്തെ പേടിക്കാൻ വേണ്ടിയിട്ടല്ല അത് പറഞ്ഞത്. നീ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പം നീ അതിന് തിരിച്ചു പോരാൻ അമ്മ നിന്നെ ഓർമ്മപ്പെടുത്തുമ്പം ഇതുപോലെ തന്നെയാണ് നിനക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പം ദൈവം നിന്നെ സഹായിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇന്ന് നമുക്ക് വല്ല അപകടങ്ങൾ വരുമ്പം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അപകടം വരുമ്പം ദൈവം കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ എത്ര സമാധാനമായി എന്നറിയോ? പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ സങ്കടത്തിന്റെ സമയത്ത് ഒരാളും എൻ്റെ കൂടെ ഇല്ല. ഇന്നലെ പോലും ഞാനൊരു വ്യക്തിയെ കണ്ടപ്പം, മാനസികമായൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പം അവർ പറഞ്ഞാണ്, അച്ഛാ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, എൻ്റെ ഈ പ്രശ്നത്തിന്റെ സമയത്ത് എൻ്റെ മാനസികാരോഗ്യ നില തെറ്റിയ നേരത്ത് ഞാൻ ചിന്തിച്ചത്, അതിനുശേഷം ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്, എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ. ഞാൻ ഇനി എന്തു പറഞ്ഞാലും ഇവനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ലടാ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ സമയത്തോ മാനസിക നില മാറിയ സമയത്തോ നിനക്ക് പറ്റിയ ഒരു തെറ്റോ അല്ലെങ്കിൽ നിന്റെ സംസാരത്തിൽ ഒരു വീഴ്ചയോ സാരമില്ല. പക്ഷെ നീ മരുന്നൊക്കെ കഴിച്ച് നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് വരുമ്പം നിന്നെ ആരും അങ്ങനെ വിധിക്കില്ല, നിന്നെ ആരും ഒറ്റപ്പെടുത്തില്ല. നിന്നെ എനിക്ക് മനസ്സിലാക്കാം, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സമാധാനം നമുക്ക് വേണം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സഹായിക്കാൻ എൻ്റെ തമ്പുരാനുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിന്മയുടെ ശക്തികളുടെ പേരിൽ നമ്മൾ ഇടപെടുമ്പോഴും ഇങ്ങനൊരു ബലം നമുക്ക് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ തിന്മയുടെ ശക്തിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന നേരത്ത് എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ കടലിന്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? നിങ്ങളൊന്ന് വായനയിൽ ശ്രദ്ധിച്ചു കാണും. നമ്മൾ ഈ തിന്മയുടെ ശക്തി ആവസിച്ച മനുഷ്യൻ ചങ്ങലകൾ പൊട്ടിക്കും, ആളുകളെ ഉപദ്രവിക്കും. ഒരു അസാമാന്യ ശക്തി ഉള്ളതുപോലെയാണ് ഇവൻ പ്രകടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ വളരെ ശക്തനാണെന്നുള്ളതാണ് ഇവന്റെ ഭാവം. ഈ ലോകത്തില് സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തൊരു ശക്തി അവൻ ചെയ്യുമ്പം വലിയ സംഭവം, വലിയ ആളാ നമ്മൾ വിചാരിക്കും. പക്ഷേ ഈശോയുടെ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവനൊന്നുമല്ല. ഈശോയുടെ സാന്നിധ്യത്തിൽ വരുമ്പോഴാണ് ഇവനൊന്നുമല്ലെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പൈശാചികമായ ബന്ധനത്തിലുള്ളവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, അവർ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ കീഴടങ്ങുറപ്പാണ്. അവർക്കൊരു നല്ല കുമ്പസാരം കിട്ടിയാൽ അവർ സൗഖ്യപ്പെടും. അവർക്കൊരു പൈശാചിക ബന്ധനത്തിനുള്ള വിടുതൽ പ്രാർത്ഥന കിട്ടിയാൽ, ഒരു ആശീർവാദം കിട്ടിയാൽ
അവർക്കൊരു വലിയ ദൈവാനുഭവത്തിന്റെ ഒരു ശുശ്രൂഷ അവരിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും അവർക്ക് മാറ്റം വരും. അതുകൊണ്ട് പൈശാചിക ബന്ധനത്തിലുള്ളവര് എത്ര ശക്തന്മാരാണെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പം അവരെത്രമാത്രം അവര് ശക്തി പ്രകടിപ്പിച്ചാലും പക്ഷെ അവര് പ്രാർത്ഥന കൊണ്ട് അവർ കീഴടങ്ങും, ഉറപ്പാണ്. എൻ്റെ വികാരിച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അലക്സേ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണ നേരത്ത് നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് അവരെ ഇങ്ങനെ കീഴടങ്ങിക്കൊണ്ടായിരിക്കും വരിക. തിന്മയുടെ ശക്തികൾ എത്രമാത്രം ശക്തമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, അവർക്ക് വേണ്ടി വിടുതൽ ശുശ്രൂഷകൾ നൽകുമ്പം അവര് ശാന്തമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവര് തിന്മയുടെ ശക്തി ബാധിച്ചവരാണ്. ചില വ്യക്തികൾ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് രണ്ടിനെയും വ്യത്യാസം പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ചൊല്ലുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തുന്നു, പക്ഷെ ഒരു നല്ല കുമ്പസാരത്തിന് അവരെ നമ്മൾ ക്ഷണിക്കുന്നു. ഇതൊന്നും ചെയ്തിട്ട് അവർക്ക് മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ ദൈവം ശക്തനല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇവർക്ക് ഇതുവരെ മോചിപ്പിക്കാൻ, പൈശാചിക ബന്ധനത്തിൽ മോചിപ്പിക്കാൻ കഴിയുന്നില്ല എന്നല്ല അർത്ഥം. അവർക്കൊരു പക്ഷേ ആവശ്യം അവർക്ക് ശാരീരികമായ സൗഖ്യമായിരിക്കും, എന്ന് വെച്ചാൽ അവർക്കൊരു ചികിത്സ ആവശ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളിലാണ് നമ്മൾ കരുതി, അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയാണ് നമ്മൾ കരുതി, ഒരു പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ, എന്നിട്ട് പോലും മനസ്സിന്റെ സമനില തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ശക്തനല്ല എന്നല്ല, പക്ഷെ കർത്താവിന്റെ ശക്തി അവനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൗഖ്യം അവന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈശാചിക ബന്ധനത്തിൽ നിന്നോ വിടുതലും രോഗങ്ങളുടെ സൗഖ്യവും രണ്ടാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അവൻ പൈശാചിക ബന്ധനത്തിലല്ലായിരിക്കാം. പൈശാചിക ബന്ധനത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം അതിനൊരു മാറ്റം വന്നേനെ. പക്ഷെ അത് മാറ്റം വരാത്തിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ഒരു രോഗസൗഖ്യം കൂടി ആവശ്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടേക്കാം. അങ്ങനെയുള്ള ഫലത്തിന്റെ ഒരു വലിയ ധൈര്യത്തിൽ നമുക്ക് ആ വ്യക്തിയോട് പറയാൻ വരണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ, നീ രോഗസൗഖ്യം പ്രാപിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു ചികിത്സ കൂടി കിട്ടിയാൽ സൗഖ്യം വളരെ വേഗത്തിലായിരിക്കും. നമ്മൾ പറയാറില്ല സാധാരണ, ഇപ്പൊ ക്യാൻസറിനായാലും ഏത് രോഗങ്ങൾക്കായാലും ദൈവാനുഭവത്തോടെ പ്രാർത്ഥിച്ചൊരു ചികിത്സ തേടുമ്പം എന്ത് പെട്ടെന്നാ ഫാസ്റ്റായിട്ട് സൗഖ്യം കിടണമെന്ന് പറയും. എന്ന് വെച്ചാൽ ചില ആളുകൾ രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ദീർഘകാലം ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര അതിശയം. കാരണം ചിലപ്പോൾ അവർ ദീർഘകാലം പറഞ്ഞേക്കാളും ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് ചിലപ്പം ഒരു 2 വർഷം 3 വർഷം, പക്ഷെ അവർ 6-7 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? അവരുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ്. തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മബലം അവർക്ക് കിട്ടിക്കഴിയുമ്പം അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഇങ്ങനെ ശക്തിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, പഠനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. സൈക്കോളജിയിൽ പറയുന്ന ഒരു പഠനശാസ്ത്ര ഒരു മേഖല ഇതാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയും. എന്ന് വെച്ചാൽ മനസ്സിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെ ശരീരത്തെ ശക്തിപ്പെടുത്തുമ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, നമ്മുടെ ഞരമ്പുകളെ, നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെ പ്രതിരോധ ശേഷി നമുക്ക് കൂട്ടും. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാപ്പെടുന്നത്, പേടിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ശരീരം പെട്ടെന്ന് മോശമാകും. നമുക്കൊരു പേടിച്ചാണിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നമ്മളൊരു ചികിത്സയോ ഏതെങ്കിലും നമ്മൾ സഹായം തരുമ്പോൾ പേടിച്ചാൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മോശമായിട്ട് നമ്മുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. നമുക്ക് ധൈര്യമുണ്ടെങ്കിലോ കുറേ കൂടി നമുക്ക് സമാധാനത്തോടെ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് തമ്പുരാനിൽ ആശ്രയിക്കാതെ, തമ്പുരാൻ നമ്മളെ സഹായിക്കും. തമ്പുരാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് മാറും. അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പൈശാചിക ബന്ധനത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പൈശാചിക ശക്തിയാലാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ അടുത്തൊരു അത്ഭുതം നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ചിലപ്പോഴൊക്കെ.
ഇന്തോനേഷ്യയിൽ മാർപ്പാപ്പ ഇപ്പോൾ ഒരു 10 ദിവസം സന്ദർശനം കഴിഞ്ഞ് ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു പോകാം. മാർപ്പാപ്പയ്ക്ക് നടക്കാൻ പോലും പറ്റണില്ല. പക്ഷെ മാർപ്പാപ്പ വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. മാർപ്പാപ്പ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്തോനേഷ്യയിൽ ഇങ്ങനെ കാണികൾ ഇങ്ങനെ മാർപ്പാപ്പയെ കാണാൻ വരുന്നവരിങ്ങനെ മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനും മാർപ്പാപ്പയെ കാണാൻ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ കാത്തു നിൽക്കുക. അത് വലിയൊരു അനുഭവമാണ്. ഞാൻ ഫിലിപ്പീൻസിലുള്ള സമയത്താണ് മാർപ്പാപ്പ അവിടെ വന്നത്. എന്തുമാത്രം ആളുകളാണെന്നറിയോ കാണാൻ വരുന്നത്, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ വരുന്ന സമയത്ത് ഒരു കുട്ടി, സംസാരശേഷിയില്ലാത്തൊരു കുട്ടിയെ മാർപ്പാപ്പയുടെ അടുത്തേക്ക് കുട്ടികൾ ഇങ്ങനെ ആശീർവദിക്കാനായിട്ട് മാതാപിതാക്കൾ എടുത്ത് കാണിക്കും. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ പോകാൻ പറ്റാറില്ല. പക്ഷെ ഈ കുട്ടിയെ പെട്ടെന്ന് മാർപ്പാപ്പ ക്ഷണിച്ചു, മാർപ്പാപ്പ ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് മാർപ്പാപ്പ കുഞ്ഞിനെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സംഭവിച്ച കാര്യം, ഈ കുട്ടി അമ്മയെ അമ്മ മാ വിളിക്കാൻ തുടങ്ങി. എല്ലാ മാർപ്പാപ്പയെ കണ്ടവരൊക്കെ സന്തോഷം കൊണ്ട് തിരിച്ചു പോകുമ്പം ഈ അമ്മ ഈ കൊച്ചിനെയും കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് ഈ ഫുട്പാത്തിൽ ഇരിക്കുക. ആളുകളൊക്കെ നോക്കുമ്പോൾ അമ്മ ഇരുന്ന് വാവിട്ട് കരയുന്നുണ്ട്. അവരോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞ് അമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ കുഞ്ഞ് ഇത്ര നാൾ സംസാരിക്കാത്തൊരു കുഞ്ഞായിരുന്നു, ഇപ്പോൾ മാർപ്പാപ്പയുടെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരശേഷി കിട്ടിയെന്നാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തിന്മയുടെ ശക്തിയിൽ നിന്ന്, കാരണം എന്താണെന്നറിയോ, ഈ തിന്മയുടെ പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അവർ മുഴുവനായിട്ടും പറയില്ല അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. അവർക്ക് മടിയാണ്. അവർ രഹസ്യത്തിലൊക്കെ നടക്കും. പക്ഷെ അതിന്റെ പീക്ക്, അതിന്റെ അങ്ങേയറ്റത്ത് വരുമ്പോഴാണ് അവർ പക്ഷെ ആക്രമണകാരികളായിട്ട് മാറുന്നത്. പക്ഷെ തുടക്കത്തിൽ അവരിങ്ങനെ ആരോടും പറയില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ തുറന്ന് പറയാൻ സമ്മതിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് തൊടുമ്പോഴാണ് ഇതുവരെ സംസാരിക്കാത്തവർ സംസാരിച്ചു തുടങ്ങുന്നു, അവർക്ക് സൗഖ്യം കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അശുദ്ധാത്മാക്കളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ തരണമേ. വിശ്വാസമില്ലാത്ത ഒരു സമൂഹം, വിശ്വാസമില്ലാത്ത ഒരു കുടുംബാംഗം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ കർത്താവെ, അവരെ തൊടാൻ, അവരെ സൗഖ്യപ്പെടുത്താൻ, അവരെ വിടുതൽ പ്രാപിച്ച് ഒരു സന്തോഷമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ, അനുഗ്രഹമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ, ദൈവകൃപയുള്ള വ്യക്തിയാക്കി മാറ്റാൻ അനുഗ്രഹിക്കണേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ചികിത്സയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. തമ്പുരാൻ ഇടപെടും എല്ലാ ആകുലതകളെയും മാറ്റാൻ. കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകാൻ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈശോ പറയാൻ ആഗ്രഹിക്കുന്നു, എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നിങ്ങൾ ശാരീരികമായിട്ട് പലവിധ രോഗങ്ങളും വേദനകളും ഉള്ളവരാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ശാന്തതയോടെ അതിനെ അതിജീവിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ കർത്താവ് ഉറപ്പായിട്ട് ഇടപെടും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാണ്, സങ്കടങ്ങളുള്ളവരാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വാ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് വെച്ചാൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നും സങ്കടങ്ങളോ രോഗങ്ങളോ ഉള്ളവരായിട്ട് ജീവിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ രോഗാവസ്ഥകളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടിയേ പറ്റൂ. നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിച്ചേ പറ്റൂ. എന്നും നമുക്കറിയാം, നമുക്ക് പാടുപീഡകളും സഹനങ്ങളും യേശുവിനോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളാണ്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്നും സഹനങ്ങളിലൂടെ തന്നെ പോകണമെന്നല്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സഹനം ഉണ്ടെങ്കിൽ അതിനെ നല്ല മനസ്സോടെ സ്വീകരിക്കണം. പക്ഷേ തമ്പുരാൻ ആഗ്രഹിക്കുന്നു നമുക്കതിൽ നിന്നൊരു സമാധാനം ഉണ്ടാകണം, നമുക്കതിൽ നിന്ന് സൗഖ്യമുണ്ടാകണം, നമുക്കതിനൊരു നമുക്കൊരു സന്തോഷമുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറേയും കൂടിയും സന്തോഷവും സമാധാനവും ആരോഗ്യവുമുള്ള ജീവിതം ഉണ്ടാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച വ്യക്തികളായിട്ട് മാറാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റണം. അവർക്കുള്ള മാനസികമായ പ്രശ്നങ്ങളെ, അവരുടെ സങ്കടങ്ങളെ കേൾക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും,
എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണം. കാരണം കർത്താവ് നമ്മളെ നിയോഗിച്ചത് മറ്റുള്ളവരെയും കൂടി സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.